ഒരുപാട് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ബസ്സിൽ യാത്ര ചെയ്തതാ അല്ലേ. ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഞങ്ങൾ ബസ്സിന് കാത്തുന്നപ്പോൾ ബൈക്കും ഒരാൾ കൊണ്ടുപോയി അല്ലേ. തിരിച്ച് വണ്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സിന് പോരാൻ നോക്കുമ്പോൾ അവിടെ എത്തിയപ്പോഴാണ്ടത് പൈസ കരയിൽ മറന്നു വെച്ചിരിക്കണം. അപ്പോൾ മൊബൈലിൽ ഗൂഗിൾ പേയിൽ പൈസ ഉണ്ട്. അപ്പോൾ ബസ്സിൽ ഗൂഗിൾ പേ ഉണ്ടാവില്ല. അപ്പോൾ ചില ബസ്സിലൊക്കെ ഉണ്ടാവും, ചില ബസ്സിലൊന്നും ഉണ്ടാവില്ല. ബസ്സിന് പോകുമ്പോഴാണല്ലോ, അപ്പോൾ പൈസ കിട്ടും വേണം. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് ചായ കുടിക്കുക. അപ്പോൾ ചായ കുടിക്കുമ്പോൾ ചായയൊക്കെ കുടിച്ചുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഒരു 50 റുപ്യ വാങ്ങുകയും ചെയ്ത അല്ലേ കരുതി ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി, വണ്ടൂർ ബസ് സ്റ്റാൻഡിലുള്ള ഒരു ഹോട്ടലിൽ കയറി ചായയൊക്കെ കുടിച്ചു. പോരാൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞു ഞാനിങ്ങനെ പൈസ വരയിൽ പറഞ്ഞു വെച്ചിരിക്കണ്. ഹോട്ടലുകാരനോട് പറഞ്ഞു ഒരു 50 റുപ്യ ഗൂഗിൾ പേ ഏറെ ചെയ്താൽ 50 റുപ്യ ഞങ്ങൾക്ക് തരുമോ, ബസ്സിന് പൈസ കൊടുക്കാനാണ്. ഒറ്റയടിക്ക് ബസ് ഹോട്ടലുകാരൻ പറഞ്ഞു തരൂല, ഇവിടെ പൈസ കൊടുക്കാനല്ല, ഹോട്ടലാണ്. നമ്മളിപ്പോൾ പല സാഹചര്യത്തിലും പല രൂപത്തിലും പല ഇതിലും പോകും. പല മനുഷ്യന്മാർക്ക് പല ബുദ്ധിമുട്ടും പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരുപാട് ആളുകൾ കയറിയിട്ടാണ് ഒരു ഹോട്ടൽ വിജയിക്കുന്നത് അല്ലേ. ഒരു ഹോട്ടലിന് കച്ചവടം ഉണ്ടാക്കുന്നത്, ആ ഹോട്ടലിൽ ബിസിനസ് നടക്കുന്നത്. ഞാനിപ്പോൾ പൈസ അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് തരാം, എന്നിട്ട് 50 റുപ്യ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റയടിക്ക് തരൂല, ഞാൻ ഇവിടെ പൈസ കച്ചവടമല്ല ഹോട്ടലാണ് എന്ന് പറയുന്ന രീതിയല്ല ശരി. പരസ്പര സഹായമാണ് അല്ലേ. അല്ല വേണ്ടി. അപ്പോൾ നിങ്ങളും നാളെ ഈ ഹോട്ടലിൽ, ഞാൻ ഇപ്പോൾ വണ്ടൂർ സ്റ്റാൻഡിലുള്ള ഹോട്ടലിലും നിങ്ങൾ കൊടുക്കാം. ഇതുപോലുള്ള ഹോട്ടലിലുള്ള ആളുകൾ ഇതുപോലുള്ള എന്തെങ്കിലും ചില വല്ല ബുദ്ധിമുട്ടിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ, ഞാൻ വർഷങ്ങളായിട്ട് വെറും ബൈക്കുമ്പോൾ പോകുന്ന ആളാണ്. പെട്ടെന്നൊരു ബൈക്കിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ബസ്സിന് പോകേണ്ടി വന്നത് അല്ലേ. അതും ഞങ്ങൾ ശ്രദ്ധിക്കാതെ പൈസ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ മൊബൈലിൽ പൈസ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ മൊബൈലിൽ പൈസ ഉള്ളൂ. ഞങ്ങളൊരു ബൈക്കാരൻ കൊണ്ടുപോയി ചെയ്തു. അപ്പോൾ ഇതിൽ പണിയെടുക്കണ അല്ലെങ്കിൽ ഇതിൻ്റെ ഹോട്ടലിൻ്റെ മുതലാളിമാർക്കൊക്കെ ഇതേമാതിരി ഓരോ പ്രശ്നങ്ങൾ വരും. അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാ മനുഷ്യന്മാരെയും പഠിച്ചവൻ എന്നും വലിയ മുതലാളിമാരും അല്ലെങ്കിൽ ഹോട്ടലുകാരും ബിസിനസ്സുകാരും നോക്കൂല. അപ്പോൾ വണ്ടൂർ സ്റ്റാൻഡിലുള്ള ഇത് ഹോട്ടലിൽ പാവപ്പെട്ടവരും സാധാരണക്കാരും ബുദ്ധിമുട്ടുള്ളവരും എല്ലാവരും കൂടി ഒന്ന് ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് ഇതാക്കിയിട്ടൊക്കെയാണ് ഓരോ ഹോട്ടൽ വിജയിക്കുന്നത്. ഇതുപോലുള്ള ഹോട്ടലിലുള്ള ആളുകളോട് പറയാനുള്ളത് കുറച്ചൊക്കെ മനസ്സിൽ കുറച്ചേ കാരണം വേണം. നിങ്ങളുടെ അടുത്തുള്ള വെറുതെ പൈസ ചോദിച്ചിട്ടില്ല, അതും 10,000 ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു 50 രൂപ നിങ്ങളെ കയ്യിൽ നിന്നുണ്ടോ ഗൂഗിൾ പേ ചെയ്തു തരാമെന്ന് പറഞ്ഞത്. അതിന് പോലും മനസ്സില്ലാത്ത അല്ലേ ഒരു മനുഷ്യൻ കുടുങ്ങിയിട്ട് വെറുതെ ചോദിച്ചോന്നല്ല, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തു തരാം, ഒരു 50 റുപ്യ വണ്ടിക്കൂലി വസൂലി നിങ്ങൾ തരുമോ എന്ന് ചോദിച്ചപ്പോൾ തരാൻ പറ്റാത്ത നിങ്ങളെ പോലുള്ള ആൾക്കാർ എങ്ങനെ നിങ്ങളെ കുട്ടികളെ കുടുംബങ്ങളൊക്കെ നോക്കണത് ഇതുപോലുള്ള മനസ്സ് വെച്ചിട്ട്. എന്തായാലും ഇനിയെങ്കിലും നിങ്ങൾക്കൊക്കെ മനസ്സിൽ പറ്റും, മനുഷ്യന്മാരോട് പെരുമാറാനുള്ള ബുദ്ധിയും വിവേകവും അല്ലേ, അതിനുള്ള മനസ്സുണ്ടാകട്ടെ അല്ലേ. എന്തായാലും അയാൾ പറഞ്ഞ തരൂല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല ഇനി. പക്ഷെ അയാൾ അങ്ങനത്തെ സംസാരം മുഖം ഒക്കെ മാറിയിട്ട് വേറെ രൂപത്തിൽ പൈസ കച്ചവടമല്ല ചായ കച്ചവടം എന്നൊക്കെ പറഞ്ഞപ്പോഴേ മനസ്സിനല്ലേ ഇടങ്ങാറുണ്ടായി അല്ലേ. നമുക്കൊരിയാതി എന്ന മാതിരിയായി, അത്രയും ആൾക്കാരുടെ എന്ന് പറയുമ്പോൾ നമുക്കുള്ള എന്ന മാതിരിയായി. നമ്മൾ പൈസ കടം ചോദിച്ചാൽ അല്ലെങ്കിൽ പിച്ചക്കൊന്നും പിച്ച യാചിക്കാനൊന്നും ചെന്നല്ല, 50 റുപ്യ ഗൂഗിൾ പേ ചെയ്തു തരാം എന്നിട്ട് തരുമെന്ന് ചോദിച്ചത്. അപ്പോൾ തന്നില്ല എന്നല്ല, വർത്താനം ശരിയായി. അപ്പോൾ അതൊന്നും ശരിയല്ല അല്ലേ. ഞാനും എൻ്റെ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ